ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയത്തിൻ്റെ ഉപ്പുമാവാട്ടോ. കുറേ ദിവസമായി ഈ സേമിയത്തിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കണമെന്നില്ല. അപ്പോൾ അതിനാദ്യം സേമിയ എടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിടുക. നമ്മൾ പായസത്തിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ കേട്ടോ. അതിന് ശേഷം ഒരു ഉള്ളി എടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം 2 പീസാക്കി മുറിക്കുക. ഇത് ചെറുതാക്കി അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഒരു സേമിയ ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കട്ടോ. ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചാൽ കുറച്ച് കൂടിപ്പോയിട്ടോ. അപ്പോൾ ഒന്ന് വറുത്തിട്ട് അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. സവാള നേരത്തെ അരിഞ്ഞ് സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ച സേമിയ അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് മതി. നമ്മുടെ സേമിയത്തിൻ്റെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.